സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ കണ്ണൂരിന്റെ ആധിപത്യം. സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടത്തിൽ കോഴിക്കോടും തൃശ്ശൂരും തൊട്ടു പിന്നിലുണ്ട്. ഇന്ന് പ്രധാന വേദിയിൽ ഭരതനാട്യവും സംഘനൃത്തവുമാണ് അരങ്ങേറുക. വളരെ ജനകീയമായ ഐറ്റംസ് ആണ് ഇതൊക്കെ. നിങ്ങൾക്കറിയാം, കാണാനും ആയിരങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഇന്നും നാളെയും ഒഴിവ് ദിവസങ്ങളാണ് താനും. മാത്രമല്ല, ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഇടയിലൂടെ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടെ നമ്മുടെ ഈ തേക്കങ്കാട് മൈതാനം ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. അതുകൊണ്ട് എത്ര ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറിയാലും ഈ തേക്കങ്കാട് മൈതാനത്തിൻ്റെ പള്ളയിലേക്ക് അത് ഒതുങ്ങിപ്പോകും. അതുകൊണ്ട് ഇതിന് ആൾ കുറവുണ്ടോ എന്ന് തോന്നിപ്പോകും. തിരുവനന്തപുരത്തൊക്കെ ഉള്ളപ്പം ഇതിനേക്കാളും കുറച്ചുകൂടെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ വലിയ അണ്ടാവിലേക്ക് ആളുകൾ കയറി പോവുക. കലോത്സവ നഗരിയിൽ നിന്ന് ടീം 24 തത്സമയം ചേരുകയാണ്. ടീം ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രജൻസി കണ്ണൻ, അതുപോലെ നമ്മുടെ വിപിൻ സി വിജയൻ, നമ്മുടെ സൂരജ് സജി, സിന്നിത, സ്മിത ഹരിദാസ്, സുർജിത്ത് അയ്യപ്പത്ത് തുടങ്ങിയ പൗരപ്രമുഖരും പ്രമുഖികളും എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ പറയൂ, എന്തെങ്ങനെയുണ്ട് കലോത്സവം? എങ്ങനെ പൊടി പൊടിക്കുകയാണോ? തകർക്കുകയാണ്. ഇതാ ഇന്ന് 4-ാം ദിനമാണ്. ഇനിയിപ്പോൾ ഒരു ദിവസം കൂടി മാത്രമേ ഈ മേളയ്ക്ക് ബാക്കിയുള്ളൂ. പക്ഷേ അപ്പോഴത്തേക്കും ഈ കലാമേള അല്ലെങ്കിൽ കുട്ടി കൗമാര പ്രതിഭകളുടെ ഈ മേള അത് ഏറ്റെടുത്ത് കഴിഞ്ഞു തൃശ്ശൂരിലെ ജനങ്ങൾ എന്നുള്ളതാണ്. SKN പറഞ്ഞതുപോലെ തൃശ്ശൂർ പൂരത്തിന് മാത്രമല്ല, ഈ കലാപൂരം കാണാനും വലിയ ജനക്കൂട്ടമാണ് എത്തിയത്. ഇന്നലെ രാത്രിയൊക്കെ ഒരു രക്ഷയില്ല. SKN ഭയങ്കര തിരക്കായിരുന്നു. ഈ തേക്കൻകാട് മൈതാനിയിൽ നിന്ന് താഴേക്ക് നമ്മൾ ഒരു പൂഴിമണ്ണ് വാരി എറിഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് അത് വീഴില്ല എന്ന് പറയുന്നത് പോലെയായിരുന്നു നമ്മുടെ ഈ 1-ാം വേദിക്ക് മുൻവശം. അത്രമാത്രം ജനങ്ങളായിരുന്നു ഇന്നലെ എത്തിയത്. അങ്ങനെ ഒരു പൂരം കൊണ്ടാടുകയാണ് ഇവിടുത്തുകാർ എന്ന് പറയാം. ഇന്നിപ്പോൾ 2 ദിവസങ്ങളുണ്ട്, ഇന്നും നാളെയും 68 ഇനങ്ങളാണ് ഇനി വേദിയിൽ എത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കപ്പാര് നേടും എന്നതിലേക്കുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാടും തിരുവനന്തപുരം ഒക്കെ ഒപ്പത്തിനൊപ്പം മത്സരിക്കുകയാണ്. ഒരു ചെറിയ എഡ്ജ് നിലവിൽ കണ്ണൂരിനുണ്ട് അല്ലേ സുജിത്തെ? അതെ, 739 പോയിന്റുകളാണ് കണ്ണൂരിനുള്ളത്. കണ്ണൂരാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്ത് ലീഡ് ചെയ്തത്. ചെറിയ എഡ്ജ് അല്ല, അത് നല്ല എഡ്ജ് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു സുർജിത്. ഇന്നത്തെ ദിവസം വളരെ തീർച്ചയായും അതെ. ഇന്ന് പ്രധാനപ്പെട്ട ചില മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നാടകത്തിലാണ്. അതെ, 98-ല് ഒരു നാടകം, ആ നാടകത്തിന്റെ ഓർമ്മ എപ്പോഴും ഉണ്ട്. അത് വല്ലാതെ കൊണ്ടു കിടക്കുന്നുണ്ട്. കാരണം മേമുണ്ട സ്കൂൾ, കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ആ നാടകം വന്നത്. അന്നപ്പെരുമ എന്നാണ് നാടകത്തിന്റെ പേര്. റഫീഖ് മംഗലശ്ശേരിയാണ് സംവിധായകൻ. ആ നാടകം കളിച്ചത് അന്ന് 98-ല് ഇവിടെ സംഗീത നാടക അക്കാദമി ഹാളിലാണ്. വിശപ്പിന്റെ ഒരു കഥയായിരുന്നു. ബിരിയാണി എന്നുള്ള എച്ചിക്കാനത്തിന്റെ കഥയെ ആസ്പദമാക്കിയിട്ടാണ് ആ നാടകം. അന്നപ്പെരുമ എന്നൊരു നാടകത്തിന്റെ പേര്. ഇപ്പോഴും അതിൽ അഭിനയിച്ച കുട്ടിയുടെ ചില സീക്വൻസ് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ തറയ്ക്കുന്നതാ. അപ്പൊ അങ്ങനത്തെ നല്ല ഓർമ്മകൾ കിട്ടും. എന്തായാലും നാടകത്തിനാണ് ഞാൻ പോകുന്നത്. ഞാൻ ആലോചിക്കായിരുന്നു, ഈ സുർജിത്ത് 98-ലൊക്കെ ഇങ്ങനെ കലോത്സവം റിപ്പോർട്ട് ചെയ്ത് നടന്ന ആളാണ്. ഞാൻ വിചാരിച്ചത് ഞാനാണ് ഈ കൂട്ടത്തിൽ കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ള ആളെന്നാ. ഇപ്പൊ മനസ്സിലായില്ല ആരാന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഈ സംഘനൃത്തം ഉണ്ട്. SKN ഉച്ച കഴിഞ്ഞാൽ ഈ സംഘനൃത്തത്തിന്റെ 1-ാം വേദിയിൽ നിന്ന് ആ ഗ്രൂപ്പ് ടീം ഇങ്ങനെ ഓരോ മത്സര ഇനങ്ങളിൽ പങ്കെടുത്ത് ഇറങ്ങി വരുന്നത് കാണാൻ ആഹാ എന്ത് ചന്തമായിരിക്കും എന്നറിയോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും അവരുടെ വേഷവിധാനങ്ങൾ വളരെ മനോഹരമായിരിക്കും. ഞാൻ ആ കാഴ്ച കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒപ്പം കുറേ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളതിനെ കുറിച്ചും കൂടെ ഒന്ന് പറയണം തോന്നി. നല്ല ചുക്ക് കാപ്പി കിട്ടും. ഇത് കണ്ടോ, നമ്മുടെ ശബ്ദമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നല്ല ചുക്ക് കാപ്പി പോലീസ് അസോസിയേഷൻ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നല്ല ചൂടാണ്, തണ്ണീർ പന്തലുണ്ട്. ഇവിടെ ചേച്ചിമാരിങ്ങനെ ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇന്നിപ്പോൾ എന്തായിരിക്കും പൂരമെന്ന് ഞാൻ കാത്തിരിക്കുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതങ്ങ് തുടങ്ങും. ആ ഓളത്തിൽ നമ്മളിങ്ങനെ നടക്കും അല്ലേ? ഈ പറഞ്ഞതുപോലെ സ്വർണ്ണക്കപ്പും കണ്ണൂരും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുന്നുണ്ടോ എന്നൊരു പേടി ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഉണ്ട്. അപ്പൊ ഇന്ന് നിർണായകമായ മത്സരങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കയറി വരുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ പ്രാദേശികവാദം ഇങ്ങനെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. കാര്യം തൃശ്ശൂരാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല 10 പോയിന്റ് വ്യത്യാസം എന്ന് പറയുമ്പോൾ നല്ല പോയിന്റ് 11 പോയിന്റ്. അതായത് കലോത്സവ ഓർമ്മകളുണ്ട്. മുന്നൊരു സ്റ്റേറ്റ് വന്ന ഒരു ഓർമ്മയുണ്ട് അല്ലേ? അത് കോട്ടയത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന സമയത്ത് അവിടെ മോണോവാക്കിന് മത്സരിച്ചിരുന്നു. പിന്നെ അന്ന് ഗ്രേഡ് അല്ല, 1-2 സ്ഥാനമായിരുന്നു. എനിക്ക് എന്തോ വിധികരണത്തിൽ എന്തോ അപാകത കൊണ്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല. പിന്നെ 2-3 ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ രാവിലെ മത്സരങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി വിപിൻ ഇന്നത്തെ സ്പെഷ്യൽ ഡേ കൂടിയാണ്. വിപിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ നമുക്കൊരു വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്തല്ലോ ലൈവായിട്ട്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു പ്രജന ടീം. ഇത് ഇന്ന് 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഇതുപോലുള്ള ഒരു മനോഹരമായ ഒരു ദിവസത്തിലാണ് കിങ്ങിണി ജീവിതത്തിലേക്ക്
കടന്നു വന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഗാനമാവാം അല്ലേ? ഈ പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല, വഞ്ചിപ്പാട്ട് ഉൾപ്പെടെയുള്ളവ ഇന്ന് നടക്കാനുണ്ട്. അതിനു മുൻപ് നമ്മുടെ ഒരു പാട്ടാവോ? മുത്തുക്കുടയുടെ കീഴിൽ പുഷ്പകിരീടം ചൂടി പത്തരമാറ്റുള്ള പട്ടുകസവു കൊണ്ടുത്തരീയം ചുറ്റി നീ വരും ഈ മഴി പൂവിതറുന്നതു തങ്കക്കിനാവോ കാറ്റോ 1 2 3 4 അനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ അനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ മാണിക്യ കല്ലുകൊണ്ടേഴു നിലയുള്ള കൊട്ടാരമുണ്ടേ മുറ്റത്ത് ചിറയെഴുത്തം പെറുക്കാൻ അപ്സരകന്യകളെ പോരൂ അനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ. ഇങ്ങനെ പോകുന്ന എസ്കേൻ. അപ്പോ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പങ്കുവെക്കാറുണ്ട്. നമ്മുടെ പിന്നാലെ ഫോളോ ചെയ്യാൻ പറ്റില്ല, അമ്മാതിരി പാട്ടാണ്. എസ്കേൻ, അപ്പോ നമ്മുടെ വേദികൾ ഉണർന്നു വരുന്നേ ഉള്ളൂ. ആ സമയത്ത് പുതിയ വിശേഷങ്ങളും നമ്മൾ വീണ്ടും എത്തും എസ്കേൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.